24 ബിഗ് ബ്രേക്ക്. പാലക്കാട് നെന്മാറയിലെ സിറ്റിംഗ് MLA കെ ബാബുവിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ്. നെന്മാറയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. നെന്മാറയിൽ കെ പ്രേമനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കെ ബാബു അതൃപ്തിയിലെന്നാണ് സൂചന. കെ ബാബു CPM വിട്ടുപോകില്ലെന്ന് LDF സ്ഥാനാർത്ഥി കെ പ്രേമൻ 24നോട് പ്രതികരിച്ചു. വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായാലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന മണ്ഡലമാണിത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ആൾ പെട്ടെന്നൊരു ദിവസം വേറൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഷാരിഖ് ചേരുന്നു. ഷാരിഖ് നവാസ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ഷാരിഖ്, അങ്ങനെ ഒരു നാൾ ഒരു പാർട്ടി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പാർട്ടിയിലുള്ള ആൾ പെട്ടെന്ന് പോകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ വലിയ കഥയില്ല. ബാബു ദിവാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ കൊടി പിടിച്ച് മരിക്കണം ആണെന്ന് എൻ്റെ ആഗ്രഹം, പാർട്ടി വിടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ NDA യോഗത്തിൽ പറയുന്നത് കേട്ടത് NDAയിലേക്ക് വരാൻ കഴിഞ്ഞത് മുജ്ജന്മ പുണ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അത്രയ്ക്കേ ഉള്ളൂ. എങ്കിലും നെന്മാറയിൽ വിസ്മയ പ്ലാൻ UDFനുണ്ടോ? അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാടെന്താണ്? അത് മാത്രമല്ല, ഷാരിഖ്, ഇന്നലെ പാലക്കാട് സ്ഥാനാർത്ഥിയെപ്പറ്റി MV ഗോവിന്ദനോട് ചോദ്യം ഉണ്ടായപ്പോൾ ഒരു സ്വതന്ത്രനെ പറ്റി പറഞ്ഞിരുന്നു അദ്ദേഹം. ഒരു NMR റസാഖിന്റെ പേര് കേൾക്കുന്നു. സ്ഥിരീകരിക്കുന്നുണ്ടോ CPM? ഷാരിഖ്. ഹാഷ്മി, തീർച്ചയായും ആദ്യം കെ ബാബുവിൻ്റെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, കെ ബാബു 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ കെ ബാബുവിന് 3ാം ടേം CPM ജില്ലാ നേതൃത്വം നൽകിയില്ല, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അത് നിരസിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം. അതേ തുടർന്നാണ് കെ ബാബു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉൾപ്പെടെ ഈ ഒരു നീരസം പ്രകടിപ്പിച്ചിരുന്നു. തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ അതൃപ്തി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കെ ബാബു ഇപ്പോൾ UDFിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ അത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കെ ബാബു UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നെന്മാറ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ കെ ബാബു ഇത് സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വം സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇത് പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിൻ്റെ ചരട് നീക്കവുമാണെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നെന്മാറയിൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റെ പേരാണ് ഇതുവരെ കേട്ടിരുന്നത്. അന്തിമ പട്ടികയിലും തങ്കപ്പൻ്റെ ഏക പേര് മാത്രമാണ് വെച്ചിരുന്നത്. എന്നാൽ ഈ അവസാന നിമിഷത്ത് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ കെ ബാബുവിൻ്റെ പേര് പരിഗണിക്കുന്നു എന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ബാബു ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അല്പസമയം മുമ്പ് നെന്മാറ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ കെ പ്രേമനോട് നമ്മൾ ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. ബാബു CPM വിട്ട് കോൺഗ്രസിലെത്തുമോ, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. 10 വർഷം CPIMൻ്റെ MLA ആയിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് അംഗമായിരുന്നു. അത്തരത്തിൽ CPMൻ്റെ പല ഭാരവാഹിത്വം വഹിച്ചിരുന്ന ഒരാളാണ്. അത്തരത്തിൽ അദ്ദേഹം പാർട്ടി വിടില്ല എന്ന് തന്നെയാണ് കെ പ്രേമൻ നമ്മളോട് പറഞ്ഞത്. ഇനി പാലക്കാട്ട് മണ്ഡലത്തിൽ CPIMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ NMR റസാഖിനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 4 വ്യവസായികളെയാണ് CPM സമീപിച്ചത്. അതിൽ 3 പേരും സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മത്സര സന്നദ്ധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.